നമസ്തേ, എല്ലാവർക്കും എൻട്രി ഇൻ ഫ്യൂച്ചർ PSCയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ LDC എക്സാമിലെ ചോദ്യപേപ്പർ വർക്കൗട്ട് ചെയ്യാനാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലായിരുന്നത്? നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലായിരുന്നത്? നമ്മുടെ ഓപ്ഷൻ ബി ആണ്. ഡി സുനന്ദ അമ്മയാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, വന്ദേ മാതരം ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം എന്ന് പറയുന്നത്. ഉറുദു പത്രമാണ് വന്ദേ ഭാരം ഉൾപ്പെടുന്ന വിഭാഗം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിൻ്റെയും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ ജോൺ ലോക്കിൻ്റെ വാക്കുകളാണ് ഇവ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത നാലാമത്തെ ചോദ്യം, സന്യാസിൻ്റെ തത്വങ്ങൾ ഏവ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് 1, 2, 3. 1 ദേശീയത, 2 ജനാധിപത്യം, സോഷ്യലിസം. ഇവയാണ് ഇതിൻ്റെ തത്വങ്ങളെന്ന് പറയുന്നത്. ആറാമത്തെ ചോദ്യം 3 പ്രാവശ്യം ചോദിച്ചതാണ് പ്രീവിയസ്. UN-ൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത്? 193 അംഗങ്ങളാണ് UN-ൽ ഇപ്പോൾ ഉള്ളത്. ആറാമത്തെ ചോദ്യം, ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത് എന്നുള്ളതാണ്. നാഗിങ് ഉടമ്പടിയാണ്. എന്താണ് നാഗിങ് ഉടമ്പടി? ഏഴാമത്തെ ചോദ്യം, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു. ഓപ്ഷൻ എ ആണ് ഉപാസന ഊർജ്ജമർദ്ദ മേഖല. എട്ടാമത്തെ ചോദ്യം, സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെർഹീലിയം എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത്. സൂര്യനും ഭൂമിയും അടുത്തടുത്തായി. ഒമ്പതാമത്തെ ചോദ്യം, നമ്മുടെ അന്തരീക്ഷ പാളികൾ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ്. ഓപ്ഷൻ ഡി ആർദ്രത. പത്താമത്തെ ചോദ്യം നോക്കാം. റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രശസ്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദിലാണ്. 11ാമത്തെ ചോദ്യം, ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങൾ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ സി ബ്രഹ്മണി മഹാനദി ഡെൽറ്റ. പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ്. ഓപ്ഷൻ ഡി 66 ഡിഗ്രി.